നമസ്കാരം. കേന്ദ്ര ബജറ്റിൽ കേരളത്തെ പൂർണ്ണമായും അവഗണിച്ചതിൽ പ്രതിഷേധം കടുപ്പിക്കാൻ CPM തീരുമാനം. ബജറ്റിലെ അവഗണനയിൽ പ്രതിഷേധിച്ച് നാളെ സംസ്ഥാന വ്യാപകമായി കരിദിനം ആചരിക്കാൻ CPM തീരുമാനിച്ചു. ഇതിന്റെ ഭാഗമായി നാളെ എല്ലാ ബൂത്തുകളിലും കരിങ്കൊടി ഉയർത്തിയും പ്രതിഷേധ പ്രകടനങ്ങൾ നടത്തിയും ജനകീയ പ്രതിഷേധം സംഘടിപ്പിക്കാനാണ് CPM ആഹ്വാനം ചെയ്തിരിക്കുന്നത്. കേരളം ഇന്ത്യയുടെ ഭൂപടത്തിൽ പോലുമില്ലെന്ന തരത്തിലാണ് ധനമന്ത്രിയുടെ പ്രഖ്യാപനങ്ങളെന്നും സംസ്ഥാനത്തിന്റെ ന്യായമായ ആവശ്യങ്ങളെ കേന്ദ്രം പൂർണ്ണമായും തള്ളിക്കളഞ്ഞുവെന്നും CPM നേതൃത്വം കുറ്റപ്പെടുത്തി. നമുക്ക് ന്യൂസ് ടൈം തുടങ്ങാം. അതിനു മുൻപ് ന്യൂസ് ടൈമിലെ പ്രധാന വാർത്തകൾ നോക്കാം. മണ്ണുത്തി ഒല്ലൂക്കരയിൽ പ്രവർത്തിക്കുന്ന സത്യം ഐസ് ഫാക്ടറിയിൽ അമോണിയം വാതകം ചോർച്ച ഒഴിവായത് വൻ ദുരന്തം. ഫാക്ടറിക്ക് ആവശ്യമായ സുരക്ഷാ സംവിധാനങ്ങളില്ല എന്ന് ഫയർഫോഴ്സ്. കുണ്ടൂർ കുത്തിയതോട് പാലം സ്വകാര്യ വ്യക്തികളുടെ താൽപര്യം മുൻനിർത്തി മറ്റൊരു സ്ഥലത്തേക്ക് മാറ്റിയതായി ആരോപിച്ച് NDA പ്രതിഷേധ മാർച്ച്. പാലം കുണ്ടൂരിൽ തന്നെ നിർമ്മിക്കുന്നതിന് വേണ്ടി ഏതറ്റം വരെയും പോകുമെന്നും NDA. കേരള സംഗീത നാടക അക്കാദമി സംഘടിപ്പിച്ച 16ാമത് അന്താരാഷ്ട്ര നാടകോത്സവത്തിന് തിരശ്ശീല വീണു. സമാപന ദിവസത്തെ അവസാന നാടകമായി ബ്രസീലിൽ നിന്നുള്ള എ സ്ക്രീം ഇൻ ദ ഡാർക്ക് അരങ്ങേറി. വിശദമായ വാർത്തകളിലേക്ക് പോകാം. തൃശൂർ മണ്ണുത്തി ഒല്ലൂക്കരയിൽ പ്രവർത്തിക്കുന്ന സത്യം ഐസ് ഫാക്ടറിയിൽ അമോണിയം വാതകം ചോർച്ച ഒഴിവായത് വൻ ദുരന്തം. 3 യൂണിറ്റ് ഫയർഫോഴ്സ് എത്തി വെള്ളമടിച്ച് നിർവീര്യമാക്കി. ഫാക്ടറിക്ക് ആവശ്യമായ സുരക്ഷാ സംവിധാനങ്ങൾ ഇല്ല എന്ന് ഫയർഫോഴ്സ് കണ്ടെത്തി. ഇന്ന് രാവിലെ 8:45ഓടെയായിരുന്നു സംഭവം. അമോണിയം പൈപ്പിന്റെ വാൽവിനുണ്ടായ തകരാറാണ് ചോർച്ചയ്ക്കിടയാക്കിയത്. സംഭവ സമയം ക്ലീനിംഗ് സ്റ്റാഫുകൾ മാത്രമാണ് ഉണ്ടായിരുന്നത്. വിവരമറിഞ്ഞ് തൃശൂർ പുതുക്കാട് നിന്നും 3 യൂണിറ്റ് ഫയർഫോഴ്സ് എത്തി വെള്ളമടിച്ച് നിർവീര്യമാക്കി. അപകടകാരിയായ അമോണിയം അലർജിക്കും മരണത്തിനും വരെ സാധ്യത ഏറെയുള്ളതാണ്. 25,000 ലിറ്റർ കപ്പാസിറ്റിയുള്ള ടാങ്കറിലാണ് അമോണിയം സംഭരിച്ചിരിക്കുന്നത്. ഫാക്ടറിക്ക് ആവശ്യമായ സുരക്ഷാ സംവിധാനങ്ങളില്ല എന്ന് ജില്ലാ ഫയർഫോഴ്സ് ഓഫീസർ B വൈശാഖും കോർപ്പറേഷൻ സീനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർ വിനോദ് കുമാറും അഭിപ്രായപ്പെട്ടു. ഫാക്ടറിയിൽ ഓഡിറ്റിംഗ് നടത്താൻ നിർദ്ദേശിക്കുമെന്നും തൃശൂർ ജില്ലാ ഫയർഫോഴ്സ് ഓഫീസർ B വൈശാഖ് പറഞ്ഞു. മീഡിയ ടൈം, തൃശൂർ. എറണാകുളം ജില്ലയെയും തൃശൂർ ജില്ലയെയും ബന്ധിപ്പിക്കുന്നതിനായി നിർദ്ദേശിച്ചിരിക്കുന്ന കുണ്ടൂർ കുത്തിയതോട് പാലം സ്വകാര്യ വ്യക്തികളുടെ താൽപര്യം മുൻനിർത്തി മറ്റൊരു സ്ഥലത്തേക്ക് മാറ്റിയതായി ആരോപിച്ച് NDA പ്രതിഷേധ മാർച്ച് നടത്തി. BJP സംസ്ഥാന വൈസ് പ്രസിഡന്റ് B ഗോപാലകൃഷ്ണൻ ഉദ്ഘാടനം നിർവഹിച്ചു. ഒരു ഗവൺമെന്റിന്റെ ബജറ്റ് പ്രഖ്യാപനം നടന്നതിന് ശേഷമാണ് ഞാൻ ഈ സമരത്തിലേക്ക് വരുന്നത്. 12.2 ലക്ഷം കോടി രൂപ കഴിഞ്ഞ ബജറ്റിൽ 2 ലക്ഷം കോടിയായിരുന്നു. അതിനുള്ള മുമ്പ് 1 ലക്ഷം കോടിയായിരുന്നു. പക്ഷേ ഈ പ്രാവശ്യം 12.2 ലക്ഷം കോടി രൂപ അടിസ്ഥാന സൗകര്യ വികസനത്തിന് മാറ്റിവെച്ചിരിക്കുകയാണ് കേന്ദ്ര ഗവൺമെന്റ്. ഈ കേന്ദ്ര ഗവൺമെന്റിന്റെ ഫണ്ടാണ് പഞ്ചായത്തിലേക്ക് വരുന്നത്. അടിസ്ഥാനപരമായ വികസനത്തിന് നല്ല ഭാഷയിൽ പറഞ്ഞാൽ ഈ കുണ്ടൂർ കുറ്റിയോട് പഞ്ചായത്തിൽ ഈ കുണ്ടൂരിൽ നിന്ന് കുറ്റിത്തോട്ടിലേക്ക് പോകുന്ന ഈ ബ്രിഡ്ജിന്റെ നിർമ്മാണത്തിന്റെ പണം BJP മാള മണ്ഡലം പ്രസിഡന്റ് അനൂപ് KS, 2020 കൊടുങ്ങല്ലൂർ നിയോജക മണ്ഡലം പ്രസിഡന്റ് ഡോക്ടർ വർഗീസ് ജോർജ് തുടങ്ങി നിരവധി നേതാക്കൾ പ്രതിഷേധ മാർച്ചിൽ പങ്കെടുത്തു. ജനങ്ങളുടെ ആവശ്യം പാലം കുണ്ടൂരിൽ തന്നെ നിർമ്മിക്കണമെന്നതാണ്. അതിനുവേണ്ടി ഏതറ്റം വരെയും പോകുമെന്നും NDA വ്യക്തമാക്കി. തൃശൂരിൽ കേരള സംഗീത നാടക അക്കാദമി സംഘടിപ്പിച്ച 16ാമത് അന്താരാഷ്ട്ര നാടകോത്സവത്തിന് തിരശ്ശീല വീണു. ജനുവരി 25 മുതൽ ഫെബ്രുവരി 1 വരെ 8 ദിവസം നീണ്ടുനിന്ന നാടകോത്സവത്തിൽ 8 വിദേശ നാടകങ്ങളും 14 ദേശീയ നാടകങ്ങളും അടക്കം 22 നാടകങ്ങളുടെ 47 അവതരണങ്ങളാണ് നടന്നത്. ഞായറാഴ്ച വൈകിട്ട് അക്കാദമി അങ്കണത്തിൽ നടന്ന സമാപന സമ്മേളനം ഫെസ്റ്റിവൽ ക്യൂറേറ്റർ അനാമിക ഹക്സർ ഉദ്ഘാടനം നിർവഹിച്ചു. From the beginning it carried a refusal to be silent, a refusal to submit to any conformity, a refusal to soften its edges. Kerala knows this language well. This land's history is written not in obedience but in struggle, political revolt, social transformation, scientific temper, cultural assertion and the fight for education. ചടങ്ങിൽ കേരള സംഗീത നാടക അക്കാദമി ചെയർപേഴ്സൺ മട്ടന്നൂർ ശങ്കരൻകുട്ടി അധ്യക്ഷത വഹിച്ചു. തൃശൂർ കോർപ്പറേഷൻ മേയർ ഡോക്ടർ നിജി ജസ്റ്റിൻ മുഖ്യാതിഥിയായി. അക്കാദമി വൈസ് ചെയർപേഴ്സൺ പുഷ്പവതി, കരിവെള്ളൂർ മുരളി, ജലീൽ ടി കുന്നത്ത് എന്നിവർ ചടങ്ങിൽ സംസാരിച്ചു.
സമാപന ദിവസത്തെ അവസാന നാടകമായി ബ്രസീലിൽ നിന്നുള്ള എ സ്ക്രീം ഇൻ ദ ഡാർക്ക് മുരളി തിയേറ്ററിൽ അരങ്ങേറി. ഓട്ടോയിൽ നിന്ന് കുഞ്ഞിറങ്ങിയോടിയത് പാഞ്ഞു വരുന്ന ബസ്സിന് മുന്നിലേക്ക്. ഡ്രൈവറുടെ ഇടപെടലിൽ ഒഴിവായത് ദുരന്തം. കുട്ടി ബസ്സിനരികിൽ നിന്ന് ഓടിമാറുന്നതും പുറത്തു വന്ന ദൃശ്യങ്ങളിലുണ്ട്. ഞെട്ടിക്കുന്ന വീഡിയോ പുറത്ത്. വാഹനാപകടത്തിൽ നിന്ന് തലനാരിഴയ്ക്ക് കുട്ടി രക്ഷപ്പെടുന്ന വീഡിയോ ദൃശ്യങ്ങൾ ശ്വാസം നിലച്ചു പോകുന്നതാണ്. കോഴിക്കോട് കൊടിയത്തൂരിൽ കഴിഞ്ഞ ദിവസമാണ് സംഭവം നടന്നത്. ഓട്ടോറിക്ഷയിൽ നിന്നിറങ്ങിയ കുട്ടി പെട്ടെന്ന് റോഡിലേക്ക് ഓടുകയായിരുന്നു. പിന്നാലെ ബസ് വരുന്നത് കുട്ടി കണ്ടിരുന്നില്ല. കുട്ടി ഓടി വരുന്നത് കണ്ട ഉടൻ ഡ്രൈവർ ബസ് വലത്തേക്ക് തിരിച്ചു. ഈ സമയം കുട്ടി ബസ്സിനരികിൽ നിന്ന് ഓടി മാറുന്നതും പുറത്തു വന്ന ദൃശ്യങ്ങളിലുണ്ട്. ഡ്രൈവറുടെ സമയോചിതമായ ഇടപെടലാണ് വലിയ അപകടം ഒഴിവാക്കിയത്. മീഡിയ ടൈം, തൃശൂർ. INTUC കൊടകര മണ്ഡലം സമ്മേളനം നടത്തി. കൊടകര ഗരുഡ ഓഡിറ്റോറിയത്തിൽ നടത്തിയ സമ്മേളനം ചാലക്കുടി MLA സനീഷ് കുമാർ ജോസഫ് ഉദ്ഘാടനം നിർവഹിച്ചു. തീർച്ചയായും തൊഴിലാളികളുടെ ക്ഷേമം, തൊഴിലാളികളുടെ ക്ഷേമം നമ്മുടെ നാടിൻ്റെ ഉത്തരവാദിത്വമാണ്. നമുക്കറിയാം, ക്ഷേമനിധിയൊക്കെ ഗവൺമെൻറ് കൊടുക്കുന്നുണ്ടെങ്കിലും കഴിഞ്ഞ 2-3 വർഷക്കാലമായി ആ ക്ഷേമനിധിയുടെ ആനുകൂല്യങ്ങളൊന്നും ഇപ്പോൾ തൊഴിലാളികൾക്ക് ക്ഷേമനിധി ലഭിക്കുന്നില്ല എന്നുള്ള ഒരു രീതിയിലാണ് ഇന്ന് നമ്മുടെ നാട് പോയിക്കൊണ്ടിരിക്കുന്നത്. അവരുടെ ആനുകൂല്യങ്ങൾ വർദ്ധിപ്പിക്കുക, കാലത്തിനനുസൃതമായിട്ടുള്ള മാറ്റങ്ങൾ വരുത്തുക. ബിനു ജി നായർ അധ്യക്ഷത വഹിച്ചു. കൊടകര പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് പ്രനീല ഗിരീശൻ, ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ മിനി ദാസൻ, വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ വിനയൻ തോട്ടപ്പിള്ളി, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ജസ്റ്റിൻ ഡൊമിനിക്, വാർഡ് മെമ്പർ ബിജി ഡേവിസ്, ചാലക്കുടി നഗരസഭാ കൗൺസിലർ ബിജു S ചിറയത്ത്, PK അരുൺകുമാർ എന്നിവർ സംസാരിച്ചു. RJD ചാലക്കുടി നിയോജക മണ്ഡലം കമ്മിറ്റി സംഘടിപ്പിച്ച പൗലോസ് താക്കോൽക്കാരൻ 33ാമത് അനുസ്മരണ യോഗവും പുഷ്പാർച്ചനയും RJD സംസ്ഥാന ജനറൽ സെക്രട്ടറി യുജിൻ മൊറേലി ഉദ്ഘാടനം ചെയ്തു. RJD നിയോജക മണ്ഡലം പ്രസിഡന്റ് പോൾ പുല്ലൻ അധ്യക്ഷത വഹിച്ചു. ഇനി നാട്ടിലുണ്ടോ, അല്ലെങ്കിൽ ഈ പ്രദേശത്തുണ്ടോ, അല്ലെങ്കിൽ സംസ്ഥാനത്തോ രാജ്യത്തോ ഉണ്ടോ എന്ന് പരിശോധിച്ചാൽ ഇല്ല എന്ന് പറയേണ്ടി വരും. തനിക്ക് പിതൃസ്വത്തായിട്ട് ലഭിച്ച തൻ്റെ സമ്പാദ്യം മറ്റൊരാൾക്ക് വേണ്ടി, തനിക്ക് വേണ്ടിയല്ല, അത് ത്യജിക്കാൻ വേണ്ടി കാണിക്കുന്ന ഒരു ആർജവം. ഇന്ന് ഒരു പരിപാടിക്ക് പോയാൽ എന്ത് കിട്ടും? തൻ്റെ പോക്കറ്റ് നിറയ്ക്കാൻ എന്ത് സംവിധാനമാണ് ഉൾപ്പെടുത്തുക? രാഷ്ട്രീയ പ്രവർത്തനം കൊണ്ട് തനിക്ക് എന്താണ് നേട്ടം? MLA ആകാനോ ജനപ്രതിനിധിയാകാനോ? ജില്ലാ ജനറൽ സെക്രട്ടറി ജോർജ് V ഐനിക്കൽ, പരിയാരം ഗ്രാമപഞ്ചായത്ത് അംഗം ജോസഫ് കർത്തനാടൻ, AL കൊച്ചപ്പൻ, NC ബോബൻ, CA തോമസ്, ഡേവിസ് താക്കോൽക്കാരൻ, ജിജു കരിപ്പായി, PK കുട്ടൻ, തോമസ് തണ്ടിയേക്കൽ, TD സാബു തുടങ്ങിയവർ പ്രസംഗിച്ചു. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. മണ്ണുത്തി ഒല്ലൂക്കരയിൽ പ്രവർത്തിക്കുന്ന സത്യം ഐസ് ഫാക്ടറിയിൽ അമോണിയം വാതകം ചോർച്ച, ഒഴിവായത് വൻ ദുരന്തം. ഫാക്ടറിക്ക് ആവശ്യമായ സുരക്ഷാ സംവിധാനങ്ങളില്ല എന്ന് ഫയർഫോഴ്സ്. കുണ്ടൂർ കുത്തിയതോട് പാലം സ്വകാര്യ വ്യക്തികളുടെ താൽപര്യം മുൻനിർത്തി മറ്റൊരു സ്ഥലത്തേക്ക് മാറ്റിയതായി ആരോപിച്ച് NDA പ്രതിഷേധ മാർച്ച്. പാലം കുണ്ടൂരിൽ തന്നെ നിർമ്മിക്കുന്നതിന് വേണ്ടി ഏതറ്റം വരെയും പോകുമെന്നും NDA. കേരള സംഗീത നാടക അക്കാദമി സംഘടിപ്പിച്ച 16ാമത് അന്താരാഷ്ട്ര നാടകോത്സവത്തിന് തിരശ്ശീല വീണു. സമാപന ദിവസത്തെ അവസാന നാടകമായി ബ്രസീലിൽ നിന്നുള്ള എ സ്ക്രീം ഇൻ ദ ഡാർക്ക് അരങ്ങേറി. ഇതോടെ ന്യൂസ് ടൈം സമാപിച്ചു. നമസ്കാരം.